കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. തിരിച്ചെത്തിയ നികേഷിനോട് തിരിച്ചു വന്നപ്പോൾ താലവും വിളക്കും എടുക്കാൻ മറന്നുപോയി, അതും കൂടി വേണമായിരുന്നല്ലേ എന്ന നിധിയുടെ ചോദ്യങ്ങൾക്ക് നികേഷും ഒന്നും മിണ്ടാതെ തല കുനിച്ചിരിപ്പ. വലിയ വീരനായകനായിട്ടല്ലേ വന്നത്? ഏട്ടന്മാരെ മുഴുവൻ തോൽപ്പിക്കാൻ തീരുമാനിച്ചു പോയതല്ലേ? അവര് തോറ്റു, നീ ജയിച്ചു അല്ലേ നികേഷേ? എന്ന ഏട്ടത്തിയുടെ ചോദ്യങ്ങൾക്ക് അവനും ഒരു നിമിഷം സങ്കടത്തോടെ തലയുയർത്തി നോക്കിക്കൊണ്ട് ഏട്ടത്തി എന്ന് വിളിക്കുക. സുഭാഷും അവനെ ആശ്വസിപ്പിച്ച് അവന് കുടിക്കാൻ വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട്. സുഭാഷ് നിധിയോടായി ബീച്ചിൽ പോയി നോക്കാമെന്ന് നിധി പറഞ്ഞത് നന്നായി, അല്ലെങ്കിൽ അങ്ങോട്ട് പോവാതെ ഞങ്ങൾ എവിടെയൊക്കെ കറങ്ങിയേനെ എന്ന് പറയുന്നതുകൾക്ക് ഞാൻ അവിടെ ഉണ്ടാവുമെന്ന് ഏട്ടത്തിക്ക് എങ്ങനെ മനസ്സിലായി എന്ന് നികേഷും. നീ തന്നെ പറഞ്ഞതാ സങ്കടം വരുമ്പോ അവിടെ പോയി ഇരിക്കുമെന്ന്. നീ എന്നത് കാഷ്വലായി പറഞ്ഞതാണെങ്കിലും എനിക്കത് ഓർമ്മയുണ്ടായിരുന്നു. ആ പോസിബിലിറ്റി ഒന്ന് ട്രൈ ചെയ്തെന്നേ ഉള്ളൂ എന്ന് നിധിയും പറയുന്നുണ്ട്. അപ്പോഴേക്കും സുധീഷും മതി മതി, അതെല്ലാം വിട്ടെ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, നമുക്ക് എന്തായാലും കഴിച്ചാലോ എന്ന് പറഞ്ഞ മോനെ നികേഷെ നിനക്കെന്താ ബിരിയാണി പറയട്ടെ? പറയടാ എന്ന് പറയുമ്പോഴേക്കും അവനും അത് സമ്മതിക്കുക. എല്ലാവർക്കും ചിക്കൻ പോരെയെന്ന് ചോദിച്ച് സുധീഷ് ബിരിയാണി ഓർഡർ ചെയ്യാൻ നോക്കുമ്പോഴേക്കും അക്കൗണ്ടിൽ ബാലൻസ് ഇല്ലായിരുന്നു. അവൻ സുധീഷിനോടായി ഹരീഷെ ഒരു 500 ബക്സ് തരുവോ? ബാലൻസ് ഇല്ലടാ എന്ന് പറയേ അതെന്നാ ഉണ്ടായിട്ടുള്ളത് എന്ന് ഹരീഷും. ശരിക്കുള്ളതാ നോക്കിയേ എന്ന് പറഞ്ഞ് സുധീഷ് ഫോൺ നീട്ടുമ്പോഴേക്കും സിയോട് ഞാൻ കൊടുത്തോളാമെന്ന് ഹരീഷും പറയുക. അത് കേൾക്കെ സന്തോഷത്തോടെ സുധീഷും ബിരിയാണി ഓർഡർ ചെയ്യുക. ബിരിയാണി ഓർഡർ ചെയ്ത് കഴിഞ്ഞ് സന്തോഷത്തോടെ ഒരു സെൽഫി എടുത്താലോ? എല്ലാവരും വാങ്ങോ എന്ന് പറഞ്ഞ് സുധീഷ് വിളിക്കുന്നുണ്ടെങ്കിലും എല്ലാവരും ടെൻഷനോടെ അതേ നിൽപ്പാ. ടെൻഷനോടെ തലയും കുനിച്ചിരിക്കായിരുന്ന നികേഷിന്റെ അരികിലേക്ക് നിധിയെത്തി അവന്റെ കൈ ചേർത്ത് പിടിച്ച് അവനോട് ചിരിക്കാനായി സ്മൈലി കാണിക്കുമ്പോഴേക്കും അവനും ചിരിക്കുന്നുണ്ട്. പിന്നീട് 4 പേരും ഡൈനിങ് ഹാളിൽ ഉറങ്ങാൻ കിടക്കുന്നതാണ് കാണിക്കുന്നത്. അനിയന്മാർ 3 പേരും ഉറങ്ങിക്കഴിഞ്ഞിട്ടും സുഭാഷേട്ടൻ അസ്വസ്ഥതയോടെ നികേഷിനെ നോക്കിക്കൊണ്ട് ടെൻഷനോടെ കിടപ്പാ. പിന്നീട് സുഭാഷ് എഴുന്നേറ്റ് പോയി ഒരു തോർത്തുമുണ്ടെടുത്ത് അതിന്റെ ഒരറ്റം തന്റെ കാലിൽ കെട്ടി മറ്റേ അറ്റം നികേഷിന്റെ കാലിൽ കെട്ടാൻ തുടങ്ങുമ്പോഴാണ് നിധി റൂം തുറന്ന് പുറത്തേക്ക് വരുന്നത്. അവളും അമ്പരപ്പോടെ ആ കാഴ്ച നോക്കി നിൽക്കുക. സുഭാഷ് നികേഷിന്റെ കാലിലെ കെട്ട് മുറുക്കുമ്പോഴേക്കും നികേഷും ഉണരുന്നുണ്ട്. അവൻ എഴുന്നേറ്റ് തന്റെ കാലിലെ കെട്ടുകണ്ട് ചേട്ടാ എന്താ ഇത് എന്ന് ചോദിക്കേ അല്ലടാ രാത്രി മനസ്സ് അപ്സെറ്റ് ആയിരുന്നു, നീ എങ്ങാനും എന്ന് സുഭാഷേട്ടൻ ടെൻഷനോടെ പറയേ. പേടിക്കണ്ട, ഞാൻ ഇനി ഓടിപ്പോവില്ലെന്ന് നികേഷും. നിങ്ങളൊക്കെ എന്തുമാത്രം വിഷമിച്ചു എന്ന് ഞാൻ കണ്ടതല്ലേ, ഞാൻ ഇനി ഓടിപ്പോവില്ല. ഒരു നിമിഷം ഞാൻ നിങ്ങളുടെ സ്നേഹമൊക്കെ മറന്നു, സോറി സുഭാഷേട്ട എന്നവൻ പറയുന്നത് കേൾക്കെ സുഭാഷും സങ്കടത്തോടെ അവനെ ചേർത്ത് പിടിക്കുക. ഞാൻ അഴിക്കാം എന്ന് അവന്റെ കാലിലേക്ക് ഇട്ടു നോക്കി സുഭാഷ് പറയുമ്പോഴേക്കും വേണ്ടേട്ടാ അത് അവിടെ തന്നെ നിന്നോട്ടെ, കൂട്ടിക്കെട്ടി ചേർത്ത് നിർത്താൻ ഒരാളെപ്പോഴും കാവലായിട്ടുള്ളത് സന്തോഷമല്ലേ ഏട്ടാ, ഇതിവിടെ കിടന്നോട്ടെ, ചേട്ടൻ കിടന്നോ എന്ന് പറഞ്ഞ് നികേഷ് അങ്ങോട്ട് കിടക്കുക. സുഭാഷും ഒരു നിമിഷം അവനെ നോക്കിക്കൊണ്ട് അവന്റെ അരികിലേക്ക് കിടക്കുമ്പോഴേക്കും നികേഷും സുഭാഷ് ഏട്ടനെ ചേർത്ത് പിടിച്ച് കിടക്കുന്നുണ്ട്. ആ കാഴ്ചകളെല്ലാം നോക്കി നിൽക്കായിരുന്ന നിധിയും സന്തോഷത്തോടെ ഒരു ചിരിയോടെ തന്റെ റൂമിന്റെ ഡോർ അടയ്ക്കുകയാ. പിന്നീട് അമ്പലത്തിലെത്തിയ നിധിയെയും നികേഷിനെയുമാണ് കാണിക്കുന്നത്. അവർ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഒരു ആൽമരച്ചുവട്ടിലേക്ക് ഇരിക്കുമ്പോഴേക്കും നിധി അവനെ പ്രസാദമായി കിട്ടിയ ഒരു പഴം നൽകിക്കൊണ്ട് കഴിക്കാനായി പറയുകയാ. വേണ്ടെന്നവൻ പറയുന്നുണ്ടെങ്കിലും അവൾ നിർബന്ധിക്കുന്നതുകൂടെ അത് വാങ്ങിക്കൊണ്ട് അവൻ ടെൻഷനോടെ ഇരിപ്പാ. എന്താടാ നീ ഇനിയും ഓക്കെ ആയില്ലേ എന്ന് നിധി ചോദിക്കേ. ആലോചിക്കും തോറും സഹിക്കുന്നില്ല ഏടത്തി, ഇത്രനാളും ഏട്ടന്മാരെല്ലാം സ്വന്തമാണെന്നാ വിചാരിച്ചിരുന്നത്, പെട്ടെന്ന് അവരുടെ അമ്മയല്ല എന്റെ അമ്മയെന്ന് അറിയുമ്പോ താങ്ങാൻ പറ്റുന്നില്ല എന്ന് നികേഷ് ടെൻഷനോടെ പറയേ. എനിക്ക് നിന്റെ അവസ്ഥ മനസ്സിലാവും, ഇത്രയും കാലം സ്വന്തമാണെന്ന് കരുതിയതെല്ലാം അങ്ങനെയല്ലെന്ന് മനസ്സിലാവുമ്പോ എനിക്ക് 100% മനസ്സിലാവും. പക്ഷെ നീ വേറൊരു തരത്തിൽ ആലോചിച്ച് നോക്കിയേ, നീ ഇപ്പൊ മാത്രമാ ആ സത്യം മനസ്സിലാക്കിയത്. അവർക്ക് 3 പേർക്കും അത് എത്രയോ നേരത്തെ അറിയാമായിരുന്നു. എന്നിട്ട് എപ്പോഴെങ്കിലും നിന്നോട് അവരങ്ങനെ പെരുമാറിയിട്ടുണ്ടോ? നീ മറ്റൊരു അമ്മയുടെ മകനാണെന്ന മട്ടിൽ വ്യത്യാസം കാണിച്ചിട്ടുണ്ടോ എന്നൊക്കെ നിധി ചോദിക്കേ. ഇല്ലെന്നവൻ തലയാട്ടുകയാ. ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് 3 മാസമായി. ഇതിനിടയിൽ ഒരുപാട് തവണ സുധീഷും ഹരീഷും അടികൂടിയിട്ടുണ്ട്. അവരുടെ വഴക്കു തീർക്കാൻ സുഭാഷ് ഏട്ടൻ എത്ര തവണ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ആരെങ്കിലും ഒരാള് നീയുമായി വഴക്കിട്ടിട്ടുണ്ടോ? ഒരു വാക്ക് പോലും നിനക്കെതിരെ അവിടെ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. എന്തിന് ഒരാൾ പോലും നിന്നോട് ദേഷ്യപ്പെടുന്നതും ഞാൻ കണ്ടിട്ടില്ല. ആ വീട്ടിലെ എല്ലാവർക്കും നിന്നോട് അത്രയും സ്നേഹവും അടുപ്പവുമുണ്ട് എന്ന് നിധി പറയുന്നത് കേൾക്കെ അതാ എടുത്തി എന്നെ കൂടുതൽ വിഷമിപ്പിക്കുന്നത്. അവരുടെ സ്വന്തം അനിയനാണെന്ന് അറിയാമായിരുന്നിട്ടും അവരെന്തിനാ എടുത്തി എന്നോട് ഇത്ര സ്നേഹം കാണിക്കുന്നത്? നികേഷും ചോദിക്കുന്നുണ്ട്. അതിന് നീ സന്തോഷിക്കല്ലേ നികേഷ് വേണ്ടത്? അവര് നിന്നെ മറ്റൊരാളായി കണ്ടാലല്ലേ നീ വിഷമിക്കേണ്ടത്? നിന്റെ അമ്മ വേറെ അവരുടെ അമ്മ വേറെ എന്ന വേർതിരിവ് കാണിച്ചെങ്കിലല്ലേ നീ സങ്കടപ്പെടേണ്ടത്? പക്ഷേ അവരങ്ങനെയല്ലല്ലോ നികേഷെ നിന്നെ കൊണ്ടു നടന്നത്. ഇന്നലെ നിന്നെ കാണാതിരുന്നപ്പോ ആ 3 പേരും അനുഭവിച്ച ടെൻഷൻ എത്രയായിരുന്നു എന്ന് നിനക്കറിയോ? അത് നേരിൽ കണ്ടവളാ ഞാൻ. നിന്നെ കണ്ടതിന് ശേഷമാ അവർക്കൊരാശ്വാസം കിട്ടിയത്. ഇങ്ങനെയുള്ള ചേട്ടന്മാരെ കിട്ടാനേ ശരിക്കും ഭാഗ്യം ചെയ്യണം നികേഷെ. നീ എന്നെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്ക്. എനിക്കൊരു കുടുംബം
കുടുംബമുണ്ട്. അവരില്ലാതെ ഞാനില്ല, ഞാനില്ലാതെ അവരില്ലെന്നായിരുന്നു 3 മാസം മുമ്പ് വരെ എന്റെ വിചാരം. എന്നാൽ അതെല്ലാം ഇപ്പൊ മാറിപ്പോയില്ലേ? അവർക്ക് എന്നെ കാണുന്നതോ മിണ്ടുന്നതോ ഇഷ്ടമില്ലാതായി. ഇത്രയും നാളുകൾ എന്റേതെന്ന് കരുതിയ കുടുംബം ഇപ്പൊ എനിക്കില്ല. എന്നെ തിരിച്ചാലോചിച്ച് നോക്കിയേ, ഒരു അന്യ പെൺകുട്ടിയായിട്ടാ ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നു കയറിയത്. ഇപ്പോഴും നിങ്ങൾക്കും എനിക്കും എന്ത് ബന്ധമെന്ന് ചോദിച്ചാൽ എനിക്കിപ്പോഴും അറിയില്ല. പക്ഷെ നിങ്ങൾ എന്നോട് എത്രമാത്രം സ്നേഹം കാണിച്ചു, എത്ര കരുതലോടെ എന്നെ നോക്കിയത്. ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ വീട് വിട്ട് പോകാൻ തീരുമാനിച്ചപ്പോ നീ സങ്കടപ്പെട്ടത് എങ്ങനെയാന്ന് എനിക്ക് ഓർമ്മയുണ്ട്. അതിന്റെ കാരണം എന്താ? പരസ്പരം സ്നേഹിക്കാൻ കഴിയുന്നതിന് രക്തബന്ധത്തിന്റെയോ സ്നേഹബന്ധത്തിന്റെയോ കെട്ടുറപ്പൊന്നും വേണ്ട നികേഷേ. സ്നേഹത്തിന് മുന്നിൽ എന്റെ നിന്റെ എന്നില്ല, നമ്മളെയുള്ളൂ. ആര് നമ്മളെ സ്നേഹിക്കുന്നുവോ തിരിച്ചും അതുപോലെ അവരെ സ്നേഹിക്കുക. നമ്മോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കുന്നവരുടെ കൂടെ നമ്മളും സന്തോഷത്തോടെ ജീവിക്കണം. അതിൽ കൂടുതലൊന്നും ഈ ജീവിതത്തിൽ ആലോചിക്കേണ്ട കാര്യമില്ല നികേഷേ. നിനക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായോ എന്നവൾ ചോദിക്കുമ്പോഴേക്കും അവനും അത് സമ്മതിക്കുക. എന്നാ ഇനിമേൽ എപ്പോഴത്തെയും പോലെ സന്തോഷത്തോടെ ഇരിക്കണം. സന്തോഷിക്കാൻ എത്രയോ കാരണങ്ങളുണ്ട്, അതാലോചിച്ചാൽ മതി. സങ്കടപ്പെടാനൊന്നുമില്ലെന്ന് അപ്പം മനസ്സിലാവും. അവൾ പറയുമ്പോഴേക്കും ചിരിയോടെ അവനും അത് സമ്മതിക്കുക. അവിടെ വീട്ടിൽ സുഭാഷ് പണിക്കാർക്ക് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം കൊടുത്തോണ്ടിരിക്കുക. രാവിലെ സിമന്റ് വരും, അതെടുത്ത് മുറി വെച്ചാൽ മതി. പിന്നെ ആ മുകളിലത്തെ നിലയിലെ വാർപ്പിനുള്ള തട്ട് ഇന്നു തന്നെ അടിച്ചു വെക്കണം. ഇലക്ട്രീഷ്യനെ വിളിച്ചിട്ട് പൈപ്പ് കൊണ്ടുവെക്കാൻ പറയണം എന്നൊക്കെ ഫോണിലൂടെ പറയുമ്പോഴേക്കും അങ്ങോട്ടെത്തിയ സുധീഷും ബ്രദർ ബ്രദർ എന്ന് വിളിക്കുന്നു. വീണ്ടും സുഭാഷ് നിർദ്ദേശങ്ങൾ നൽകുന്ന തിരക്കിലായിരുന്നു. സുധീഷ് വീണ്ടും അവനെ തട്ടിക്കൊണ്ട് ബ്രോ എന്റെ വൈഫ് എവിടെ പോയി എന്ന് ചോദിക്കെ സുഭാഷും കോൾ കട്ട് ചെയ്ത് ദിയും നികേഷും കൂടി അമ്പലത്തിൽ പോയി. എന്താ എന്ന് സുഭാഷും. അവന് ഓക്കെ ആയല്ലോ അല്ലേ എന്ന് സുധീഷ് ചോദിക്കെ എന്ന് തോന്നുന്നു എന്ന് സുഭാഷും. അല്ല, എന്റെ വൈഫ് ഉള്ളത് കൊണ്ടേ അത്തരം കാര്യങ്ങളിൽ ഒരു ശ്രദ്ധയുണ്ടെന്ന് തോന്നുന്നു അല്ലേ സുഭാഷ് ഏട്ടാ എന്ന് സുധീഷിന്റെ ചോദ്യം കേട്ട് എടാ നീ എന്താടാ പതിവില്ലാതെ എന്റെ വൈഫ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് സുഭാഷും. അവൾ ഉള്ളപ്പോ ഇതുപോലെ പറയാൻ പറ്റില്ലല്ലോ, ഇല്ലാത്തപ്പോഴെങ്കിലും അങ്ങനെ പറഞ്ഞൊന്ന് സമാധാനിച്ചോട്ടെ എന്ന് സുധീഷ് പറയുമ്പോഴാണ് സുഭാഷ് ഏട്ടെന്ന് വിളിച്ച് നിധിയും നികേഷും അങ്ങോട്ടെത്തുന്നത്. അവൾ സുഭാഷ് ഏട്ടനെ വിളിച്ച് പ്രസാദം കൊടുക്കുമ്പോഴേക്കും ചിരിയോടെ മാഡത്തിനൊരു ഹാപ്പി ന്യൂസ് ഉണ്ട് കേട്ടോ എന്ന് സുധീഷും. എന്ത് ഹാപ്പി ന്യൂസ് എന്ന് നിധി ചോദിക്കെ ഇയാളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇന്ന് നമ്മൾ കൈപ്പറ്റാൻ പോകുന്നു എന്ന് സുധീഷ് പറയുന്നത് വിശ്വസിക്കാനാവാതെ സത്യം എന്ന് നിധിയും. സമയമെടുക്കുമെന്ന് പറഞ്ഞിരുന്നതല്ലേ എന്ന് നിധി ചോദിക്കുക. മാക്സിമം 2 വീക്സ്, പക്ഷേ അതിനു മുമ്പ് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. പിന്നെ ഈ സുധീഷ് ഇടപെട്ടതുകൊണ്ട് VIP പരിഗണനയിൽ അത് നേരത്തെ കിട്ടിയെന്ന് വിചാരിച്ചാൽ മതി എന്ന് സുധീഷ് പറയുന്നത് കേൾക്കെ ഇത് നുണയില്ലല്ലോ അല്ലേ എന്ന് നിധിയും ചോദിക്കുക. എന്താ നിധി ഇത്? അങ്ങനെയല്ലെന്ന് സുധീഷ് പറയെ അവൾക്ക് അങ്ങനെ തോന്നിയതിൽ അത്ഭുതമൊന്നുമില്ല, നീ തന്നെ വരുത്തി വെച്ചതല്ലേ എന്ന് സുഭാഷും. അങ്ങനെയല്ല, ഇപ്പൊ നേരിട്ട് കണ്ട കൈയോടെ വാങ്ങിച്ച് തിരിച്ചു പോരാം. എന്താ പോരുന്നു എന്റെ കൂടെ എന്ന് സുധീഷ് ചോദിക്കെ. എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ വയ്യ എന്ന് സന്തോഷത്തോടെ നിധിയും. കയ്യിൽ കിട്ടുമ്പോഴെങ്കിലും വിശ്വസിക്കാലോ, വേഗം വാ നമുക്ക് പോവാമെന്ന് പറഞ്ഞ് സുധീഷ് വിളിക്കെ. അത് സൂപ്പറായല്ലോ, പടക്കാലം ആഗ്രഹിച്ചതല്ലേ ഏട്ടത്തി, ഇപ്പൊ കിട്ടിയില്ലേ, കൺഗ്രാസ് എന്ന് നികേഷും പറയുന്നുണ്ട്. അവനോട് താങ്ക്സ് പറഞ്ഞ് താൻ പോയി ബാഗ് എടുത്തു വരാമെന്ന് പറഞ്ഞ് നിധി അകത്തേക്ക് പോവുകയാ. അല്ല, ഒരെണ്ണമെങ്കിലും ഒപ്പിച്ചോ? കൊള്ളാം കൊള്ളാം എന്ന് സുഭാഷ് പറയെ. SSLC സർട്ടിഫിക്കറ്റ് വേണോ തോറ്റതിന്റെ എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. വേണ്ട എന്ന് സുഭാഷും. അപ്പോഴേക്കും നിധിയുമായി അങ്ങോട്ടെത്തി അവരോടെല്ലാം യാത്ര പറയുമ്പോഴേക്കും സുധീഷ് അവളെയും വിളിച്ചോണ്ട് പോവുകയാ. നികേഷ് അപ്പോഴേക്കും ടെൻഷനോടെ ഇരിക്കണ കണ്ട സുഭാഷും ഡാ ഉച്ചയ്ക്ക് നിനക്ക് ഞാൻ ബിരിയാണി ഓർഡർ ചെയ്യാം എന്ന് പറയേ. ശരി എന്ന് നികേഷും. അല്ലെങ്കിൽ ഞാനിന്ന് പോണ്ടെന്ന് വെച്ചാൽ നമുക്ക് രണ്ടാൾ കൂടി പുറത്തു പോയി കഴിക്കാമെന്ന് സുഭാഷ് പറയുന്നുണ്ട്. അത് കേൾക്കെ നികേഷും സുഭാഷ് ഏട്ടാ ഞാൻ ഓക്കെയാണ്, ഇനി പോകുമെന്നുള്ള ടെൻഷനൊന്നും വേണ്ട എന്ന് പറയേ. ഏയ് അതുകൊണ്ടൊന്നുമല്ല, ഇന്ന് എനിക്ക് അത്രയ്ക്ക് കാര്യമായിട്ടുള്ള പണിയൊന്നുമില്ല, അതുകൊണ്ടാ. എന്നാലേ ഞാൻ ചായ എടുക്കാമെന്ന് പറഞ്ഞ് സുഭാഷ് അടുക്കളയിലേക്ക് പോവാൻ തുടങ്ങുമ്പോഴേക്കും നികേഷ് വീണ്ടും സുഭാഷ് ഏട്ടാ എന്ന് വിളിച്ച് എഴുന്നേറ്റ് ചെന്ന് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സത്യം പറയണമെന്ന് പറയുമ്പോ ചോദിക്കുന്ന സുഭാഷ്. അവരിപ്പോഴും ഉണ്ടോ? എന്റെ അമ്മ നാട്ടുകാർ പറയുന്നത് അച്ഛൻ രണ്ടാമത് കൂട്ടിക്കൊണ്ടുവന്ന സ്ത്രീയും ഉണ്ടോ ഇല്ലയോ എന്നറിയില്ല എന്നുള്ളത്. അവർ ജീവിച്ചിരിപ്പുണ്ടോ സുഭാഷ് ഏട്ടാ? അതുപോട്ടെ, അവരിവിടെ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങളെ നന്നായി നോക്കിയിട്ടുണ്ടോ? മോശമായിട്ട് പെരുമാറിയിട്ടൊന്നുമില്ലല്ലോ അല്ലേ? വന്ന സമയത്ത് നിങ്ങൾക്ക് അമ്മയോട് ദേഷ്യമുണ്ടായിരുന്നു എന്നൊക്കെ അവൻ ചോദിക്കേ. ഇല്ലെന്ന് സുഭാഷ്. ആർക്കായാലും ദേഷ്യമുണ്ടാവും, ആദ്യമൊക്കെ നിങ്ങൾക്കും എന്നോട് ആ ദേഷ്യം തോന്നിക്കാണുമല്ലേ? എപ്പോഴാ പിന്നെ ഞാൻ നിങ്ങളുടെ സ്വന്തമാണെന്ന് തോന്നി തുടങ്ങിയത് എന്ന് നികേഷ് ടെൻഷനോടെ ചോദിക്കേ. സുഭാഷും അവന്റെ അരികിലേക്ക് ചെന്ന് ഒരു കുഞ്ഞു ജനിച്ച് വളർന്നു വലുതാവുമ്പോൾ അതിന്റെ ഓർമ്മകൾ വീണ്ടെടുക്കാൻ പറ്റുന്ന ഒരു പ്രായമുണ്ടാവും. പരമാവധി 2 വയസ്സ് മുതലുള്ള ഓർമ്മകളെ അവനുണ്ടാവും. നിന്റെ അക്കാലത്തെ ഓർമ്മകളിൽ ഞങ്ങൾ നിന്റെ സ്വന്തം തന്നെയല്ലേ നികേഷേ? അതെന്തെങ്കിലും തോന്നൽ നിനക്കുണ്ടായിട്ടുണ്ടോ? സത്യമായിട്ടും നിന്റെ അമ്മ എങ്ങോട്ടാ പോയതെന്ന് എനിക്കറിയില്ല, പക്ഷെ അവര് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ എപ്പോഴെങ്കിലും നിന്നെ കാണാൻ വരുമായിരുന്നില്ലേ? നീ പിച്ച വെച്ചത് ഞങ്ങളുടെ കൈകളിലാ, വളർന്നു വലുതായത് ഞങ്ങളുടെയൊക്കെ നെഞ്ചിലാ. ഇനി നീ അല്ലെന്ന് പറഞ്ഞാലും ഞങ്ങൾ നിന്റെ ചേട്ടന്മാരാതല്ലാതാവില്ല നികേഷേ. ഫോട്ടോ കണ്ടില്ലായിരുന്നെങ്കിൽ നീ ഇങ്ങനെയൊന്നും ആലോചിക്കില്ലായിരുന്നല്ലോ എന്ന് സുഭാഷ് ചോദിക്കുമ്പോഴേക്കും നികേഷ് സങ്കടത്തോടെ കരയാൻ തുടങ്ങിയിരുന്നു. സുഭാഷും അവന്റെ കരയുന്ന മുഖം കൈക്കുമ്പിളിലേക്ക് എടുത്തുകൊണ്ട് ഇനി നീ ഇങ്ങനെയൊന്നും ആലോചിക്കരുത് എന്ന് പറയാൻ നികേഷും അത് സമ്മതിക്കുക.
ഇല്ലെന്ന് എന്നെ തൊട്ട് സത്യം ചെയ്യേ പറഞ്ഞ് സുഭാഷ് അവന്റെ കൈ തന്റെ തലയിലേക്ക് എടുത്തു വെച്ചുകൊണ്ട് സത്യം ചെയ്യട നികേഷേ എന്ന് പറയുമ്പോഴേക്കും ഇല്ല ഞാൻ ചോദിക്കില്ല എന്ന് നികേഷ് പറയേ ചോദിക്കില്ലെന്നല്ല ആലോചിക്കില്ലെന്ന് പറ എന്ന് സുഭാഷ് ഏട്ടനും ഇല്ല ആലോചിക്കില്ലെന്ന് നികേഷ് പറയേ അവന്റെ കൈ തലയിൽ നിന്ന് എടുത്തു മാറ്റിക്കൊണ്ട് ഞാൻ ചായ ഇടാമെന്ന് പറഞ്ഞ് സുഭാഷ് ടെൻഷനോടെ അടുക്കളയിലേക്ക് പോവാൻ തുടങ്ങുന്നേരം നികേഷ് വീണ്ടും അവന്റെ കയ്യിൽ പിടിച്ചു നിർത്തിക്കൊണ്ട് അവന്റെ കണ്ണിലേക്ക് സങ്കടത്തോടെ നോക്കിക്കൊണ്ട് സുഭാഷ് ഏട്ടനെ ചേർത്ത് പിടിച്ച് കരയുകയാണ്. കരച്ചിലൂടെ നികേഷിനെ ആശ്വസിപ്പിക്കുന്ന സുഭാഷ് ഏട്ടനെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.